പണി 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 പണിയോട് പണി എന്ന് തോന്നാറുണ്ടോ? ഈ നമ്മ വീട്ടുപണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് പണ്ടേ ചെറുപ്പത്തിലേ മമ്മിയൊക്കെ ഇങ്ങനെ അയ്യോ ഇന്ന് കുറേ പണിയുണ്ട് എന്നൊക്കെ പറയുമ്പോ ഓ പിന്നെ ഇതിലിപ്പോ എന്താ ഇത്ര വലിയ കഷ്ടപ്പാട്, വെറും പുച്ഛം. ഏ ഗോസി വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, വെള്ളം കൂട്ടിച്ചേർത്ത് അടിക്കരുത്, ഉള്ള കാര്യം പറ. ശരിയാണ്, അത്ര അങ്ങോട്ട് പുച്ഛിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് നല്ല കുട്ടിയൊക്കെ തന്നെയായിരുന്നു. അതെ, ദാറ്റ് ഈസ് ദ വെരി വെരി ഫാക്ട്, യാഥാർത്ഥ്യമാണത്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ചിലപ്പോൾ മമ്മി പറയും ഇന്നിപ്പോൾ ബാക്കിയുള്ള പണി കഴിഞ്ഞ് കുറച്ച് ദിവസമായി ചെയ്യണം എന്ന് കരുതിയിരുന്ന ആ ഒരു വൃത്തിയാക്കലൊക്കെ കൂടെ ഇന്നങ്ങോട്ട് എന്തായാലും ചെയ്തു തീർത്തു, അതുകൊണ്ടൊരു സമാധാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയ്യേ, ഇതിലൊക്കെ എന്ത് ഇത്ര സന്തോഷം സമാധാനം എന്ന് പറയുന്നതൊക്കെ ഇരിക്കണം. ഞാനിങ്ങനെയൊന്നും ആവൂലേട്ടാ വലുതാവുമ്പോൾ, ഓ എന്നൊക്കെ തോന്നിയ പ്രായമുണ്ടല്ലോ. ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഈ പാചകവും കഴിഞ്ഞ് പാത്രം കഴുകലും അലക്കലും വിരിക്കലും ഒക്കെ കഴിഞ്ഞ് ഈ അടുക്കള ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വൃത്തിയാക്കണം, ഇതുപോലെ ഒന്ന് സ്ലാബൊക്കെ തേച്ച് കഴുകി ഒക്കെ ചെയ്യണം എന്ന് ഓർക്കുമ്പോൾ പല ദിവസങ്ങളല്ല, ഇങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങളൊന്നും ഒന്തിപ്പോയിട്ടാണ് ചിലപ്പോൾ ഞാൻ ചെയ്യാറ് കേട്ടോ. ഫിക്സ്ഡ് ഡേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണം എന്ന് കരുതിയ ദിവസങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചു, പെട്ടെന്ന് അങ്ങോട്ട് നടപ്പിലാക്കി. ഇപ്പൊ ഈ ജനാല കണ്ടോ, ഇതിലിപ്പോ ഇവിടെ ഒരൊറ്റ പൊടി പോലും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ തുടച്ച് മാറുമ്പോൾ തന്നെ അടുത്ത 1 ലെയർ ഓഫ് പൊടി ഇങ്ങനെ വന്ന് ക്യാപ്ചർ ചെയ്യാൻ ഇങ്ങനെ കാത്തു നിൽക്കുവാണല്ലോ. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്തേ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ നേരത്തെ വീശ അതേ കാറ്റാണ് ഇപ്പോഴും വീശണത്. പക്ഷെ നമുക്കപ്പോൾ ഒരു തണുത്ത ഒരു സുഖമുള്ള ഒരു കാറ്റ് വീശുന്ന ഒരു ഫീലാണ്. ആ ഒരു ഫീലിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്ത് കൂട്ടണേ. അതാണ് പ്രായം കൊണ്ട് വരുന്ന മാറ്റം. അല്ല, ഞാനങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉത്തരവാദിത്വം വന്നു മെച്യൂറായി എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥമൊന്നും. എന്നാലും കാലം നമ്മളിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റമേ അതാണ് അത്. എൻ്റെ ഒരു കസിൻ വളർത്തി വിളവെടുത്ത് തന്നിട്ടുള്ള കേട്ടോ ഇത്, നല്ല വലുതാ. See you once again. This is Godsi here from Godsi's Version മലയാളം. Take care. വീണ്ടും നമ്മൾ കാണും വരെ. അത് തമിഴിൽ പറയുമ്പോഴാണ് നല്ല കറക്റ്റ് ഫ്ലോ വരുന്നത്. വീണ്ടും സന്ധിക്കും വരെ നന്ദി, വണക്കം. എൻ്റെ കൂടെ കൂടാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കൂടണേ. See you. Bye.